വെൽക്കം ബാക്ക് ടു our YouTube channel. ഞങ്ങൾ ചേട്ടയ്ക്ക് വെള്ളം ഒഴിക്കുകയാണത്. ഏറ്റവും വിറ്റതല്ല ഗൈസ്, ആരും കാണാൻ പോകുന്നില്ല. നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുന്ന തക്കാളി, ഇത് നമ്മൾ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. എന്നൊരു മലയാളി എന്നും പണ്ണിൻ കൂട്ടാളി എന്നീ അതിരുകളില്ല. അത് പഠിക്കട്ടെ. അതല്ല സ്നേഹത്തേരാളി. നമ്മുടെ ഒപ്പം പൊന്നമ്പിളിയും കൂടി ചേർന്നിരിക്കുന്നു. ഞാൻ ഓൾറെഡി ഇവളോട് നേരത്തെ പറഞ്ഞതാണ് നമ്മളിത് എടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവൾ പല്ലുവിലും തേക്കാണ്ട് ഒരു കുറത്തിലേക്കായിരുന്നു. അവളിപ്പോൾ യൂട്യൂബ് എടുക്കണ്ടെന്ന് പറഞ്ഞ് വന്നതാണ് ഗൈസ്. ഞങ്ങൾ ചേട്ടയ്ക്ക് വെള്ളം ഒഴിക്കുകയാണത്. കാണിച്ചു കൊടുക്കട്ടെ. ഞങ്ങൾ ചേട്ടയ്ക്ക് വെള്ളം ഒഴിക്കുക. നമ്മള് വാഴയ്ക്കാണ് ഗൈസ് വെള്ളം ഒഴിക്കുന്നത്. പൊന്നമ്പിളി ഇപ്പം നമുക്ക് ഇവിടെ ഇട്ടിട്ട് നമുക്ക് പൊന്നമ്പിളി നമുക്ക് കുറേ പരിപാടിയുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മൊത്തം നനച്ചിട്ട് ഏറ്റവും വിറ്റതല്ല ഗൈസ്, ആരും കാണാൻ പോകുന്നില്ല. ഞാനും ചേട്ടൻ കാണും. പൊന്നമ്പിളി വരുമ്പോഴാണ് നമ്മുടെ ചാനലൊന്ന് വൈബ്രന്റ് ആകുന്നത്. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം പൊന്നമ്പിളിനെ വരുത്തിച്ചതാണ്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നമ്പിളിക്ക് ഒരു യൂട്യൂബ് ചാനൽ അല്ല, ഒരു ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഞാൻ താഴെ കൊടുക്കണോട്ടെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതിന്റെ ലിങ്ക്. എന്താ പൊന്നമ്പിളി ഉള്ള ഭയങ്കര മില്യൺ ലൈക്സ് ഒക്കെ ഉള്ള റീൽസ് ഒക്കെ ഉണ്ട്. അതെ, അപ്പൊ നമുക്ക് വഴിയെ നമുക്കത് കാണാം. ഇപ്പൊ നമ്മള് വാഴയ്ക്ക് വെള്ളം ഒഴിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഒരു ഫ്രണ്ടും നമ്മുടെ ഒപ്പം വരുന്നുണ്ട്. അവിടെ മറിയാണോ വരുള്ളൂ. ഓടി വാച്ചാട്ടെ ചൂടി വെച്ചാട്ടെ. ഇതാണ് യു കെക്കാരി. നമുക്ക് യു കെക്കാരിനെ വേണ്ട, അത് ജൂഡി നമുക്ക് ഓടി വരുന്നുണ്ട്. ഇതാണ്ടോ ഗൈസ് ജൂഡി. ഒരു ഹലോ പറ. ഹായ് പറ. ഷേക്ക് ഹാൻഡ്. ഹായ് തന്നോ ഗൈസ്. നമ്മുടെ മാക്സിനെ നമുക്ക് പേടിയാണ് ഗൈസ്. നമ്മളെല്ല, നമ്മളെ പേടിയാണ്. ഇതാണ് യു കെക്കാരി മോളൂട്ടി. മോളൂട്ടി ഒന്ന് യു കെക്ക് പോവാണ് ഗൈസ്. അതെ, മാക്സ് വരുന്നുണ്ട്. മാക്സ് ഒരു ഹായ് പറ. മാക്സിന് പേടിയിട്ട് ഗൈസ്. ഇതൊക്കെ ആദ്യമായിട്ടാണ്, ഫോണൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. മാക്സ് ഹായ്. മാക്സ് ഇച്ചിരി മുടയാണ് ഗൈസ്. കോഴി വരുന്നുണ്ട്. ഇതില്ല, ഇവർക്കൊരു ടീം ലീഡർ ഉണ്ടായിരുന്നു. അവനെ നമ്മൾ കഴിഞ്ഞ ആഴ്ച തട്ടി പ്ലേറ്റിലാക്കിയതാണ്. ഇവനൊക്കെ ചികളാണ് അല്ലേ? അതെ, ഇവനൊക്കെ പാവാട്ട ഗൈസ്. ഞങ്ങൾക്കൊരു വേറെ ഗേ കോഴി ഉണ്ട്, ഇതൊക്കെ നമ്മള് കട്ട് ചെയ്യണം ഗൈസ്. കുഞ്ഞുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് ഇനി നമുക്ക് നമ്മൾ വാഴയ്ക്ക് വെള്ളം ഇട്ടേക്കാണ്. നമുക്ക് അവിടെ പോകേണ്ടിയിരിക്കുന്നു. നീ ഇപ്പഴേ പോണേ. എടി ഇതൊന്ന് ഓണാണല്ലോ. നീ ഓണാക്കിയതാണ്. ഹലോ. അല്ല ഹായ് പറ. ചേട്ടയുടെ യൂട്യൂബ് ചാനൽ വ്യൂസ് കുറവന്നുള്ളൂ. എന്നെ കട്ടിയതാ വേണമെങ്കിൽ. നമ്മള് ഇത് വെള്ളം തുറന്നിട്ടേക്കാണ്. നമുക്ക് പോയി വെള്ളം അടക്കേണ്ടിയിരിക്കും. വെള്ളം അടക്കിയല്ല, നമുക്ക് ഇഷ്ടം പോലെ നനയ്ക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ടാ നമ്മള് ഞാൻ പറഞ്ഞില്ലായിരുന്നോ പറമ്പ് കാണിക്കാൻ. നമ്മള് വാഴ നട്ടേക്കണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൽ കൂടെ പോവാം. എവിടെയാ ബാ? അയ്യോ ഗൈസ്, ഇതിൽ കൂടെ എങ്ങനെ ചാടാവോ? ഇവിടെ മൊത്തം നമ്മൾ റബ്ബർ നട്ടേക്കാണ്. കണ്ടോ, ഇത് ഫുള്ള് റബ്ബറാണ്. പക്ഷെ ഇവിടെ മൊത്തം കരിയിലാണല്ലോ ഗൈസ്. എങ്ങനെ നമ്മൾ ചാടും? ബാബാ, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ റബ്ബറൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ, നമ്മൾ പാല് ഡയറക്റ്റ് കൊടുക്കുക. പക്ഷെ പപ്പ മമ്മി ഇപ്പം ഇല്ലാത്തതുകൊണ്ട് നമ്മളെ വെട്ടണ ചേട്ടനെ വിളിച്ചിട്ടില്ല. ഇനിയിപ്പോൾ റബ്ബറൊക്കെ കുറച്ച് റെസ്റ്റ് ആവാം അല്ലേ? അതെ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറമ്പിൻ്റെ മേളിൽ കൂടെയാണ് ടവർ ലൈൻ പോണേ. അപ്പോൾ അവിടെ ആസ് പെർ ദ റൂൾസ് നമുക്ക് റബ്ബർ വയ്ക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ നമ്മളവിടെ വെച്ചിരിക്കുന്നതാണ് വാഴ. ഇടയ്ക്ക് പൊന്നമ്പിളി മറ്റേ കുറച്ച് ഇഞ്ചി എന്തോ നട്ടുണ്ട് ഗൈസ് ഇതിൻ്റെ ഇടയ്ക്ക്. ഓ, ഇവിടെയൊക്കെ ഭയങ്കര വെയിലായി ഗൈസ്. രാവിലെ നേരത്തെ എണീറ്റ് ഇതൊക്കെ നനയ്ക്കണം എന്ന് എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. കണ്ടോ, ആഗ്രഹങ്ങൾ മാത്രം. ഇതാണ് നമ്മുടെ വാഴത്തോട്ടം ഗൈസ്. എടി പൊന്നമ്പിളി, ഇതൊക്കെ വീണു തുടങ്ങിയില്ലോടി. ഇതിനൊക്കെ നമ്മൾ ഊന്നൽ കൊടുക്കണമല്ലോ. കണ്ടോ, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ചെണ്ണത്തിന്. സപ്പോർട്ട് തന്നെ ചെയ്യണം. കണ്ടോ, ഇതൊക്കെ ഇത് ഞാലിപ്പൂനാണ് ഗൈസ്. മറ്റേത് റോബസ്റ്റ. കണ്ടോ, ഇവിടെ ഇതൊക്കെ പഴത്തിനൊക്കെ പേരിട്ട് തട്ട്
ഇത് ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നമ്മൾ മൂട്ടിയിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ മൂട്ടിയിട്ടതല്ല, ഓൾറെഡി പോവാനോ? ആ പോകുമ്പോഴാണ് ഗൈസ്. പിന്നെ ഓ ഗൈസ് ഒരു വാഴ ഒടിഞ്ഞിട്ട് കണ്ടോ, ഒടിഞ്ഞു ഗൈസ്. ഞാൻ കണ്ടോ, പക്ഷെ നമ്മൾ മൂട്ടിയിട്ടിട്ടുണ്ട്, പക്ഷെ വാഴ ഒടിഞ്ഞു. പക്ഷെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ മൂട്ടിയിട്ടിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ നമ്മൾ നനയ്ക്കണം ഗൈസ്. അതാണ് മേജർ നമ്മുടെ വിഷയം. അതെ, അതൊക്കെ ഞാൻ ഓൾറെഡി ഇവരോട് പറഞ്ഞായിരുന്നു നമ്മൾ ആദ്യം എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ. കണ്ടോ ഇത് റോബസ്റ്റ് ആയിരിക്കും, പക്ഷെ ഇതൊക്കെ കുഞ്ഞ് ഇതൊന്നും ആയിട്ടില്ല. പൊടി ഇത് കണ്ടോ, ഇതൊക്കെ നമുക്ക് നനയ്ക്കേണ്ടിയിരിക്കുന്നു. പിന്നെ കുറെ കുഞ്ഞു വാഴകൾ നട്ടിട്ടുണ്ട്. രാവിലെ മഞ്ഞ് കാരണം നമ്മുടെ വാഴയൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ അത് എടുക്കാനുള്ളൊരു നമ്മൾ നേരത്തെ എണീച്ചില്ലല്ലോ. ഇതെന്താണിത്? ഇതെന്താണ്? ഇത് നമ്മുടെ കാഷ്നട്ട് ഉണ്ടാവുന്ന മരമാണ്. പണ്ട് ചേട്ടായിക്ക് കോളേജിൽ പോണതിന് മുമ്പ് ഈ അണ്ടി വറക്കലാണ് പണി. പൊട്ടി ഇതൊന്നും ഇടാൻ പറ്റില്ല. ഇത് നമ്മുടെ ഇതൊക്കെയാണ് ഗൈസ്. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ നനച്ചില്ല, മറ്റേതൊക്കെ നനച്ചു. ദേ ഇതൊക്കെ വാടി തുടങ്ങിയിട്ട് വരുമ്പോൾ ഇതൊക്കെ നനയ്ക്കണം. ഇതൊക്കെ കണ്ടോ, ഇത് മറ്റേ നേന്ത്രനാന്ന് തോന്നുന്നുടി, ആണോ? നമ്മൾ അതിന്റെ ഇടയ്ക്ക് കൂടെ ഇതൊക്കെ ആരും നനയ്ക്കും. ഇന്ന് രാത്രിയെങ്കിലും നനയ്ക്കണമല്ലോ. ഇതിന്റെ ഇടയ്ക്ക് ഒരു മാവ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ വെട്ടി വിൽക്കാറായോ? ഇതൊക്കെ വെട്ടി വിൽക്കാറായോ എന്ന് പോലും നമുക്ക് അറിയില്ല ഗൈസ്. ഇതൊക്കെ ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച വന്ന് താങ്ങോടത്താണ് ഗൈസ്. എന്തായാലും നമുക്ക് ഇവിടെ ഒരു മാവുണ്ട് കണ്ട ഗൈസ്. ഇതാണ് നമ്മൾ പറഞ്ഞ ടവർ ലൈൻ പോയേക്കണ റൂട്ട്. അതുകൊണ്ട് അതെ, ഇവിടെയൊക്കെ ഈ വാഴ ഇട്ടേക്കണം. ഈ വാഴയ്ക്ക് ആര് നനയ്ക്കും ഗൈസ്? എനിക്കറിയില്ല ഗൈസ്. കണ്ടോ, ഇവിടെയൊക്കെ ഇഞ്ചിയാണ്. ഈ ഇഞ്ചിക്ക് പറിച്ചതാണോ അതോ? ഞങ്ങൾ താഴെ ഒരു കനാലുണ്ട്. ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് അവിടെ നിന്ന് മോട്ടർ അടിച്ച് വെള്ളം വരുത്താനുള്ള പ്ലാനും കൂടി. ആ പ്ലാൻ നമ്മൾ ഡ്രോപ്പ് ചെയ്യണ്ട ഗൈസ്. ഇല്ല ഗൈസ്, നമ്മളെ പ്ലാൻ ഞാൻ പറ്റി ഇവിടെ പോകുകയാണ് ഗൈസ്. ഒരു ക്രിയ നടക്കത്തില്ല. നമ്മൾ ഇന്ന് കനാലിൽ നിന്ന് മോട്ടർ അടിച്ച് ഇവിടെ വെള്ളം വരുത്തും ഗൈസ്. ഓ പറ്റും ഗൈസ്. ഇല്ല ഗൈസ്, പറ്റും ഗൈസ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പറേ റബ്ബറാണ് ഗൈസ്. ഇപ്പോഴേ നമ്മൾ റബ്ബർ ഇട്ടേക്കാണ്. ഇവിടെ പിന്നെ നമ്മൾ നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഫുൾ റബ്ബറാണ് ഗൈസ് നമ്മൾ ഇട്ടിരിക്കുന്നത്. കണ്ടോ, ഇവിടെ മൊത്തം നമ്മൾ റബ്ബർ ഇട്ടേക്കാണ്. ഇത് ഇച്ചിരി താഴ്ന്ന പ്രദേശമാണ് കേട്ടോ. അതിന് തൊട്ടപ്പുറത്ത് പൈനാപ്പിളും ഉണ്ട്. അത് നമ്മുടെ അത് നമ്മുടെ അല്ല ഗൈസ്. പണ്ട് ഇവിടെ നമ്മൾ പൈനാപ്പിൾ ഇടാൻ കൊടുത്തിരുന്നു ഗൈസ്. അതെ, അന്ന് അടിപൊളി. അന്ന് ഇവിടെ മൊത്തം പൈനാപ്പിൾ ആയിരുന്നു. അതെ, പൈനാപ്പിൾ കഴിച്ച് മടുത്തിട്ടുള്ള ഒരു ദിവസങ്ങളൊക്കെ. പക്ഷേ എടി ഇതൊന്നും നമ്മൾ നനയ്ക്കണ്ടായി, കുഞ്ഞു മഴയൊന്നും. എന്താണെന്നറിയോ, ഇനി കുറച്ചാൾ കഴിയുമ്പോൾ പുതുമഴ പെയ്യും. അന്നേരം ഇതൊക്കെ പൊങ്ങി കയറി വന്നു. അതെ, നമ്മളിപ്പോൾ നനയ്ക്കേണ്ട എന്താണെന്നറിയോ? നനയ്ക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ നനയ്ക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവന്മാരില്ലേ, ഈ കായ ഇട്ടേക്കണ വാഴകൾ, അവന്മാരെ നമുക്ക് താങ്ങും കൊടുക്കണം. അവന്മാർ രാത്രി ഞാൻ നനച്ചോളാം. രാത്രി നനയ്ക്കാൻ കഴിച്ചു. പാമ്പുണ്ട് കഴിച്ചു. നിങ്ങൾ അങ്ങോട്ടൊക്കെ നോക്കുന്നേ, ഇവിടെ ഓരോരോ പൊത്തിക്കൂടെ ഫുൾ പാമ്പാണ്. പക്ഷെ നമ്മളൊന്നും ദ്രോഹിക്കില്ല. ഞങ്ങൾ ഇത് വീട്ടിലേക്ക് വന്നാൽ ഞങ്ങൾ ഇതിനെ അടിച്ചു കൊല്ലില്ല. കാരണം ഇത് ഫുൾ ചേരയാ. പപ്പയും അമ്മയും ഇതിനെ അടിച്ചു കൊല്ലില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? വീട്ടിൽ പൊക്കോളെന്ന് പറഞ്ഞു. അതെ, ഞങ്ങൾ കുറച്ച് വെള്ളം കൊടുക്കൂട്ടോ. ഇപ്പം ഈ സമയത്തൊക്കെ ചൂടായതുകൊണ്ട് വെള്ളം തേടിയായിരിക്കും മന്നെ. ഞങ്ങൾ ഇത് എവിടെയൊക്കെ പാത്രത്തിൽ ഫുൾ വെള്ളം വെച്ചേക്കാണ് പാമ്പിന് കുടിക്കുക. ഓക്കെ ഗൈസ്, നമ്മൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, ചുമ്മാ മണ്ടത്തരങ്ങളാണ്. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്യണം ഗൈസ്. ഇതെന്താ ഇവിടെ ഒരു പേരമരോ? ഇത് കണ്ടോ, പേരമരം. ഇതിലൊക്കെ പേരൊക്കെ ഉണ്ടായിട്ട് എന്ന് പേരൊക്കെ കഴിക്കാനാണോ? എവിടെ? പിന്നെ ഞാനൊന്നും കണ്ടിട്ടില്ല. ഇവിടെ പേരമരം ഉണ്ടെന്നോലും എനിക്കറിയില്ല. ആ വീട്ടിലേ ഇരിക്കുള്ളൂ. ഈ വാഴ തൈകളൊക്കെ കണ്ടോ? വാഴയുടെ കുഞ്ഞുങ്ങളാണ്. എന്താ ഇത്? വാഴയുടെ കുഞ്ഞുങ്ങളാണ് ഗൈസ്. വാഴയുടെ കുഞ്ഞുങ്ങളാണ് മൊത്തം. എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ നമുക്ക് വെള്ളം കൊടുക്കണം ഗൈസ്. അത് നമ്മളിന്ന് രാത്രി കൊടുക്കും ഗൈസ്. അത് ഞാൻ പറ്റുകയാണെങ്കിൽ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല രാത്രി നമുക്ക് ഇതൊക്കെ. ഇതെന്താ മുളകോ? ഇതിൻ്റെ ഇടക്ക മുളക് നട്ടിരിക്കുന്ന ഗൈസ്. അതൊക്കെ വാടിപ്പോയി ഗൈസ്. അതൊക്കെ നമുക്ക് അതെ എല്ലാവർക്കും പിള്ളേരുണ്ടായിട്ടുണ്ട്. കണ്ടോ, എല്ലാവർക്കും പിള്ളേർ. ഓ, ഇതിൻ്റെ സൈഡിൽ കൂടെ മൊത്തമാണ് മറ്റേ ഇത് വെച്ചേക്കണേ. കണ്ടോ, ഈ സൈഡ് ഫുള്ളാണ് കാഷ്നട്ട് ക്രോപ്സ് ആണ്. നമ്മുടെ ക്യാഷ് ക്രോപ്സ് ആണ്. ഇടയ്ക്കേ വെച്ചിട്ടുണ്ടല്ലേ. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇവിടെ ഭയങ്കര വെയിലായിട്ടുണ്ട്. കണ്ടോ, സൂര്യൻ ഉച്ചയിൽ നിൽക്കുകയാണ് ഗൈസ്.
അപ്പം നമ്മൾ തിരിച്ചു പോകണം. നമ്മൾ അവിടെ വെള്ളം തുറന്നിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പം നമ്മൾ ഇവിടെ ഇതിന് ഊന്ന് കൊടുക്കണം. കുഴപ്പമില്ല, ഒരാഴ്ചയും കൂടി നിന്നോളൂ. ഈ ആഴ്ച തന്നെ കൊടുത്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷേ രാത്രി എന്തെങ്കിലും നനയ്ക്കണം ഗൈസ്, അതെനിക്ക് ഉറപ്പാണ്. രാത്രി നമുക്ക് നനയ്ക്കേണ്ടിയിരിക്കുന്നത്. പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റുമോ നമുക്കറിയില്ല. കൊടുക്കാൻ പറ്റും. ഞാൻ എടുത്തോളാം ഗൈസ്. പക്ഷെ ഞാൻ എപ്പോൾ പോയിട്ട് തിരിച്ചു വരുമെന്ന് അറിയില്ല ഗൈസ്. ചിലപ്പോൾ പാതിരാത്രി ആണെങ്കിൽ നമുക്ക് ഇനി അടുത്ത ആഴ്ചയാണ് ഗൈസ്. ചേട്ടാ നിങ്ങളുടെ മുഖമൊക്കെ ഒന്ന് നോക്കി. ചേട്ടയ്ക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കാണ്ടിരിക്കാൻ തോന്നുന്നു. ഞാൻ വെള്ളം ഒഴിക്കണം എന്ന് ഓർത്ത് തന്നെയാണ് ഈ ആഴ്ച വന്നത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ എണീറ്റ് നമ്മൾ വെള്ളം ഒഴിക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്നലെ രാത്രി നമ്മൾ കിടന്ന് എണീച്ചപ്പോൾ 8 മണി, ഓൾറെഡി 9 മണിയായി ഗൈസ്. പിന്നെ എങ്ങനെ നടക്കും ഗൈസ്? പക്ഷെ എന്തായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. മക്കളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമുക്കപ്പോൾ ഒന്നെങ്കിൽ ഈ ആഴ്ച ഇന്ന് വൈകിട്ട് നമുക്ക് അനക്കാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമ്മൾ ഷുവറായിട്ട് വരുന്നതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളിനി അങ്ങോട്ട് പോവാണ്. നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, കൂടെ പായും. ഈ റബ്ബറിൻ്റെ ഇതിൽ കൂടെ പോകണോ അതോ നമ്മൾ മെയിൻ റോട്ടിൽ കൂടെ പോകണം ഗൈസ്? ഇതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ എന്തൊക്കെ ഉണ്ടാകുമെന്ന്. നമ്മൾ ഈ റബ്ബർ തോട്ടത്തിൽ കൂടെ തന്നെ നമുക്ക് ഈ വീട്ടിൽ കൂടെ, ഇത് നമ്മുടെ ചാച്ചൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടെ കയറി നമുക്ക് വീട്ടിലേക്ക് പോവാം. അതുപോലെ തന്നെ തക്കാളി ഗൈസ്, വീട് കാണിക്കാൻ തക്കാളിയൊക്കെ ഗൈസ്, തക്കാളി ഗൈസ്, തക്കാളി ഇതാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുന്ന തക്കാളി. ഇത് നമ്മൾ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതായത് നമ്മളിങ്ങനെ വിഷമുള്ള പച്ചക്കറികളൊന്നും നമ്മൾ കഴിക്കരുത്. ഇതേപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ തന്നെ നട്ടുണ്ടാക്കി കഴിക്കണം. ഫുഡ് കഴിക്കാറില്ല. അതെ അതെ, കറക്റ്റ് ആണ്. വെജിറ്റബിൾ ഞങ്ങൾ മേടിക്കാറ് എല്ലാം വീട്ടിലുണ്ടാവുന്ന റബ്ബറിന്റെ ഇലയൊക്കെ വെച്ചാണ് ഞങ്ങൾ തോരൻ ഉണ്ടാക്കാറ്. ഇതെന്താണ് ഗൈസ്? ഇതെന്താന്ന് പറയൂ? പീച്ചിങ്ങ. ഇത് നമ്മൾ തോരൻ ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ഇതൊക്കെ തോരൻ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഇത് അവസാനത്തെ ഇതാണ്. അതെ ഗൈസ്, നമുക്കങ്ങനെ ഒത്തിരി വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. ഉണ്ട് ഗൈസ്. അപ്പം നമ്മൾ തിരിച്ചു പോവാണ്. നമ്മളങ്ങനെ തിരിച്ചു വന്നു ഗൈസ്. നമ്മളിവിടെ മറ്റേ വെള്ളം ഇട്ടേക്കായിരുന്നല്ലോ. നമ്മൾ പോയി ഹൗസ് എടുത്ത് മറ്റേ ഇതിലേക്കൊന്ന് നീട്ടി വെച്ചേ. ഞാൻ അപ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇത് എടുത്ത് തരാം. മറ്റേ വഴയിലേക്ക് വയ്ക്കുക. ആ വഴയിലേക്ക് അവിടെ ഇല്ലടി, ഇതിൽ കൂടെ കൊണ്ടോക്കോ. ഇതിലൂടെ ആ ഞാൻ എടുത്തുതരാം. അവിടെ വെച്ചാൽ മതി, അവിടെ ഇട്ടോ. ആ വാഴയ്ക്ക് വെള്ളം കിട്ടുന്ന രീതിയിൽ അവിടെ വെച്ചാൽ മതി. നമ്മൾ ഫ്രണ്ടിലേക്ക് പോവാണ്. ഇവിടെയൊക്കെ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ നനയ്ക്കണോട്ടോ പനുമ്പളി. ആ നല്ല ആർട്ടിഫിഷ്യലായിട്ടുണ്ട്. ഞങ്ങൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഗൈസ്. അപ്പം നമ്മളിത് വീണ്ടും അഭിനയിക്കാൻ വേണ്ടി ഒന്നോടെ പറഞ്ഞത്. പക്ഷേ നമ്മൾ ഇതാണ് ഗൈസ് നമ്മുടെ വീട്. നമ്മളിതിപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ ഇട്ടേക്കാണ്. അതെ ഗൈസ്, ഞാൻ വരുന്നതാണ് ഇടയ്ക്ക് അവർക്കുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത്. ഈ ചെടികളൊക്കെ നിക്കണം. ഇതൊക്കെ പക്ഷെ ഇപ്പൊ വാടിക്കുക, കാരണം ഇനി നനയ്ക്കണം. നാളെ പോലോന്ന് ഓർത്തിട്ടാണ് നാളെ പോണം ഗൈസ്. നമുക്ക് അവിടെ ഇഷ്ടം പോലെ പണിയുണ്ട്. നമ്മൾ ആ പണിയൊക്കെ ചെയ്യണമല്ലോ. അവര് വിചാരിച്ച് ഇന്ന് തന്നെ പോകും. ഇത് കണ്ടോ, ഈ മരം കണ്ടോ ഗൈസ്? ഇവിടെ ഒരു കണ്ടോ, ഈ ഒരു പണ്ട് ഞങ്ങൾ കുറേ പേരൊക്കെ കഴിച്ച ഒരു പേരമരാണ്. ഗൈസ്, ഞാൻ ബോറടിച്ചു തുടങ്ങി. ഞാൻ ചട്ടയ്ക്ക് ഒരു പണിയെങ്കിലും വരാം. ഗൈസ്, ഞാൻ ചട്ടയ്ക്ക് ഒരു പണി എടുക്കാൻ പോട്ടോ. എന്താ എടുക്കണ്ടേ? നമ്മളിതേ കണ്ടോ, നമ്മൾ നനച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ടത് അവിടെ ഒരു കപ്പി വെള്ളം. ഇവിടെ നമുക്ക് ഇതിന് ഈ വാഴയ്ക്ക് ആർക്കെങ്കിലും വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം, അതാണ് നമ്മുടെ പോളിസി ഗൈസ്. നമ്മളിവിടെയൊക്കെ നനച്ചു. തൽക്കാലം ഇതിവിടെ കിടക്കട്ടെ. നമുക്ക് എന്നിട്ട് കപ്പങ്ങാപ്പഴം കട്ട് ചെയ്യാം ഗൈസ്. എന്തായാലും നമ്മളെങ്ങനെ പറിക്കും? ഇത് കണ്ടോ, ഈ കപ്പങ്ങാപ്പഴം പറിച്ച് നമ്മൾ ഇപ്പം തന്നെ കഴിക്കും ഗൈസ്. ഇതെടുത്തു. ആ കുലിക്ക് ചേട്ടേ, ഇതാണ് എടി, ഇത് ഭയങ്കര ചാടി ചതഞ്ഞു ഗൈസ്. എന്നാലും നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഓക്കെ, എന്തിനാണ് കട്ട് ചെയ്യുന്നത്? ഇങ്ങനെ തന്നെ ചെയ്യണം. ഇത് കട്ട് ചെയ്യുന്നില്ല, ഞാൻ ചെയ്യാം. ഇതിൽ മൊത്തം കുരുവൊക്കെ അതൊക്കെ കളയണം. അപ്പൊ നമുക്ക് കട്ട് ചെയ്യാം ഗൈസ്. കമോൺ.
ഇതിക്കടെ പോവാൻ പറ്റുമോ? എനിക്ക് വേണ്ട, എടുത്തു. വേണോ? വേണ്ട, എനിക്ക് സത്യം ഇഷ്ടമല്ല. ഗൈസ് നമ്മൾ ഓൾറെഡി ഇത് ഒരു പോർഷൻ ഞാൻ ഫുൾ കഴിഞ്ഞു ഗൈസ്, തിന്ന് കഴിഞ്ഞു. ഇവള് വീഡിയോ ഓണാക്കാൻ മറന്നു. ഞാൻ ഇതോടെ കാണിച്ചു തരാം. പൊന്നമ്പളിക്ക് വേണ്ടെന്ന് പറഞ്ഞേ. ആരുടെ വന്നേ? അറിയാനില്ലേ? അതായത് ജസ്റ്റ് നമ്മൾ ഇത് കപ്പങ്ങ കട്ട് ചെയ്തപ്പോൾ കൈ മുറിഞ്ഞു ഗൈസ്. പക്ഷേ ഉണ്ടാക്കി കഴിക്കുന്ന കപ്പങ്ങയുടെ ടേസ്റ്റ് സൂപ്പറായിട്ടുണ്ട് ഗൈസ്. നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എന്നോ മധുര ഗൈസ്, പൊളി. ഇതാണ് ഇതൊക്കെ മുഖത്ത് വയ്ക്കാൻ നല്ലതെന്ന് തോന്നുന്നു, പക്ഷെ നമുക്കിവിടെ തിന്നാൻ കിട്ടുന്നില്ല. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് നമുക്ക് പേരയ്ക്ക് ഇതൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കിപ്പോൾ വേണ്ട. നമ്മൾ കഴിച്ചു കഴിഞ്ഞു ഗൈസ്. അടിപൊളി, സൂപ്പർ. നമ്മളിവിടെ സപ്പോർട്ട ഉണ്ടാക്കി കിടക്കണ്ട, അതും കൂടി ഒന്ന് എടുത്തേക്കാന്ന് വിചാരിക്കുന്നു ഗൈസ്. പൊന്നമ്പളി ഇടി സപ്പോർട്ട ഒരെണ്ണം താഴെയൊന്നും ഇല്ല ഗൈസ്, മേളിലാണ്. ഇതൊക്കെ നമ്മുടെ ബഡ് തൈ ആയിരുന്നു കേട്ടോ. ഒരെണ്ണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, കാണാവുന്ന രീതിയിൽ എവിടെ എവിടെ ഒരെണ്ണമുള്ളത്. ഇതൊക്കെ കുഞ്ഞതാണ് കേട്ടോ, കണ്ടോ? ഇതൊക്കെ കുഞ്ഞ് സപ്പോർട്ടയാണ്. അതൊക്കെ ആയിട്ടില്ല ഉണ്ടോ? ഈ സപ്പോർട്ടയൊക്കെ വളരെ സപ്പോർട്ട നിങ്ങൾ അറിയില്ല, ചിക്കു ഷേക്ക് അടിക്കില്ലേ നമ്മൾ? ചിക്കു ഷേക്ക്, ആ ചിക്കു ഷേക്ക് അടിക്കുന്ന ഫ്രൂട്ടാണ് ഗൈസ് സപ്പോർട്ട. ഇതാണ് നമ്മുടെ ഇവിടെ കുറേ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് പനിനീർ ചാമ്പയ്ക്ക് അതുണ്ടായിട്ടുണ്ടോടി? എല്ലാം പോയോ? ഇതിന് വെള്ളം കിട്ടാൻ ചേട്ടാണോ? പനിനീർ ചാമ്പയ്ക്കാണ് ഗൈസ്, പക്ഷെ എനിക്ക് തോന്നുന്നു വെള്ളം കിട്ടാതെ നമുക്ക് ഇച്ചിരി വെള്ളം. ഇത് അതിന്റെ എന്താ പറയാ, വന്നുള്ളൂ. ഇതിന്റെ പൂവാണ്, കണ്ടോ? പനിനീർ ചാമ്പ. പിന്നെ നമുക്ക് ഇവിടെ ഒരു പേരയുണ്ട്. പേരയ്ക്ക് മേളിലാണ് ഗൈസ് ഉണ്ടായേക്കണേ, മേളിലുണ്ടായി കിടക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവിടെ സപ്പോർട്ടൊക്കെ ഉണ്ടായി കിടക്കണ കാണാൻ പറ്റുന്നുണ്ടോ? പേര കാണാൻ പറ്റുന്നുണ്ടോ? പേര എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? പിന്നെ മറ്റേ റംബൂട്ടാനൊന്നും ഉണ്ടാവാനുള്ള ടൈമായിട്ടില്ല. അപ്പം നമുക്ക് ഇത് കൂടി കുറച്ചുകൂടെ നനയ്ക്കാനുണ്ട് ഗൈസ്. ഓക്കെ, ഓർക്കിഡാ? ആ ഓർക്കിഡ്. ഇത് ഓർക്കിഡാണോ? ഇതെന്താ? ഇതെന്താന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂ ഗൈസ്. ഞാൻ പറയുന്നത് ഇതെന്തോ ഒരു മുടി തേക്കുന്ന ഒരു സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്താന്ന് അറിയാൻ കമന്റ് ചെയ്യണേ. ഇതെന്താന്ന് അവരാദ്യം കാണണ്ടേ? അതും ശരിയാണ്. ആ മരം കാണിച്ചു കൊടുക്കേ. ഇതൊന്നും നല്ല ഇതിന് വിക്സിന്റെ മണാണ്. ഇതിലെ ഈ ഇലയ്ക്ക് വിക്സിന്റെ മണം. എന്തോ ഗേൾസ് മുടി തേക്കുന്നത് എന്താന്ന് എനിക്ക് അറിയാം, പക്ഷെ മറന്നുപോയി. നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. അതുപോലെ നമുക്കിവിടെ ഇഷ്ടംപോലെ കറ്റാർ വാഴയുണ്ട്. അത് കണ്ടായിരുന്നു, അത് കാണിച്ചു നമ്മള്. കറ്റാർ വാഴ മുടിക്കൊക്കെ. പക്ഷെ എന്ത് ലാഗാടി, ഇത് എന്തൊരു ലാഗ. നമ്മുടെ കറ്റാർ വാഴ. അതുപോലെ തന്നെ നമുക്ക് കറ്റാർ വാഴയുണ്ട്. ഇതൊക്കെ അടിക്കാൻ വേണ്ടി ഏതൊരു ചേച്ചീനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി അടിച്ചില്ലേ? അതോ കഴിഞ്ഞോണോ വന്നപ്പോൾ ഇതിലും ഉണ്ടായിരുന്നു? ചേച്ചി അടിച്ചു എന്ന് തോന്നുന്നു അല്ലേ? ഇതാണ് നമ്മൾ ഗൈസ് കറ്റാർ വാഴ. കറ്റാർ വാഴ നമുക്ക് വളരെയേറെ ഗുണകരമായിട്ടുള്ള അല്ലേ പൊന്നമ്പളി? മുടിക്കൊക്കെ വിറ്റാമിൻ ഇ ആണ്. ആണോ? അത് നിങ്ങൾ കറക്റ്റ് കമന്റ് ചെയ്യൂ ഗൈസ്. ഗൈസ് ഇത് നമ്മൾ നേരത്തെ നനച്ചുകൊണ്ടിരുന്ന മറ്റേ അടയ്ക്കാമരവും ഗ്രാമ്പൂ ഇതൊക്കെ. കാര്യം ഞാൻ പറയാം. ആ ബാക്കിൽ കാണുന്ന ആ വീടല്ല, പക്ഷെ ആ പ്ലേസില് ഒരു എന്തിട്ട് ഒന്ന് പോടി. ആ ഗൈസ് അതിനെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഗൈസ്. അതുവരെ നിങ്ങൾ അടുത്ത വീഡിയോ നമ്മൾ അതൊരു 5 ഏക്കറാണ് ഗൈസ്. ആ പറമ്പ് ഒരു 5 ഏക്കറാണ്. നിഗൂഢമായ ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോ വരെ വെയിറ്റ് ചെയ്ത് നിൽക്കൂ. ഓക്കെ, താങ്ക് യു ഗൈസ്. ക്യാമറാമാൻ ഒത്തിരിയോടൊപ്പം പൊന്നമ്പളി അല്ല മിരിയം എഴുതിച്ചോളൂ. അതെ ഗൈസ്, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറന്നു. അതെ നമ്മളത് പറയാൻ മറന്നു ഗൈസ്. ഇൻസ്റ്റാഗ്രാം ടൈൽസ് ഓഫ് പൊന്നമ്പളി എന്റെ കൂടി. ഞാൻ ഒരു ഹിന്ദിയില്ല. അപ്പൊ എന്റെ മിരിയം എഴുതിച്ചു. അപ്പൊ എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഗൈസ്. 1 മില്യൺ വ്യൂസ് ഒക്കെ അടിച്ചാടോ ഗൈസ് എന്റെ റീലില്. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്യും ഗൈസ്.